വളരെയധികം പൂച്ചപ്രേമിയായ ഒരു കാസർകോട്ടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പൂച്ചപ്രേമം കാരണം അദ്ദേഹത്തിൻ്റെ കൈവശം ഇപ്പോൾ ഒരു 20-ലധികം പൂച്ചകളുണ്ട്. ചന്ദ്രശേഖരൻ തമ്പി സ്വന്തം മക്കളെ പോലെ തന്നെ അദ്ദേഹം വളരെ സ്നേഹത്തോടെ അവയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഈ പൂച്ചകൾക്കൊരു തണൽ ഒരുക്കാനുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹം നടത്തുകയാണ്. സഹജീവികളോട് കുട്ടിക്കാലം തൊട്ടേ വലിയ അനുകമ്പയായിരുന്നു ചന്ദ്രശേഖരന്. വർഷങ്ങളേറെ പിന്നിട്ടിട്ടും മിണ്ടാപ്രാണികളോടുള്ള സ്നേഹം അദ്ദേഹം കൈവിട്ടില്ല. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന 2 പൂച്ചക്കുഞ്ഞുങ്ങളിൽ നിന്നാണ് ഈ മാർജാരപ്പടയുടെ തുടക്കം. ആദ്യമൊക്കെ പരിക്കേറ്റ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം താങ്ങും തണലുമായപ്പോൾ നാട്ടുകാരിൽ ചിലർ അദ്ദേഹത്തിന്റെ വീടിനെ പൂച്ചകളെ ഉപേക്ഷിക്കാനുള്ള ഒരു വഴിയാക്കി മാറ്റി. നിരവധി വർഷത്തെ വിശ്രമമില്ലാത്ത സേവനത്തിനൊടുവിൽ വിരമിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ അരുമകൾക്ക് പുതിയ നാഥന്മാരെ തേടുകയാണ് ഈ മനുഷ്യൻ. എൻ്റെ ബാല്യകാലം മുതൽ തന്നെ മൃഗങ്ങളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. പ്രത്യേകിച്ച് നായും പൂച്ചയൊക്കെ കുഞ്ഞുനാൾ മുതൽ അവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഒരു തെരുവുകളിൽ നായകളും പൂച്ചകളും ഉപേക്ഷിക്കപ്പെട്ട് ഭക്ഷണമില്ലാതിരുന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ഭക്ഷണവും കൊടുത്ത് വെള്ളം കൊടുത്തിട്ട് ഉച്ചയ്ക്കും രാവിലെ എല്ലാം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞു പൂച്ചകളെ ജനിച്ച് 20 ദിവസം 30 ദിവസത്തിന് പാലുകൂടി മാറുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെയൊക്കെ നായകൾ കടിച്ച് കൊന്ന് പല ഭാഗത്ത് ഇട്ടേക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ട മനസ്സ് വല്ലാതെ വേദനിച്ചു. ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ ഓരോ പൂച്ചകളെയും ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നു. മംഗലാപുരത്തും വിവിധ സ്ഥലങ്ങളിലും റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് കേട്ടു. അവരെല്ലാം കോണ്ടാക്ട് ചെയ്ത് കുറച്ച് പൂച്ചകളെ അവരെ സേഫായിട്ട് അവരെ എത്തിച്ചിട്ട് ഒരു 4-5 എണ്ണത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നല്ല മനസ്സുള്ള മനുഷ്യരെ കാത്ത് ഒരു കൂട്ടം സാധുജീവികൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. കൂടെ അവർക്ക് തണലായി മാറിയ ഒരു പാവം മനുഷ്യനും. മാതൃഭൂമി കാസർഗോഡ്. നമ്മൾ ഈ നായ്ക്കളെ സംരക്ഷിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ അല്ലേ വാർത്ത വരാണ്ട്, ചിലത് വലിയ വിവാദങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. തിരുവനന്തപുരത്തേക്ക് ആളുകൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പൂച്ച സംരക്ഷകരുടെ കൂട്ടത്തിൽ അങ്ങനെ അധികം കഥകൾ കാണാറില്ല. അപ്പോൾ സാരംഗ് പറയും. സാരംഗ്, അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്താണിപ്പോൾ അടുത്ത പ്ലാൻ? ശരിക്കും ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ മാതൃകയാണ്. കാരണം നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, കാരണം ഈ പൂച്ചകളെയും നായ്ക്കളെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നത് വലിയൊരു കാര്യമാണോ? പക്ഷെ അതൊരു വലിയ കാര്യമാണ്. കാരണം ആ രീതിയിൽ എന്താ പറയുക, നമ്മളിങ്ങനെ പരിക്കേറ്റ് കിടക്കുന്ന ഒരു തുള്ളി വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇപ്പോൾ മനുഷ്യർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾക്കൊരു പരിക്കേൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. പക്ഷേ ഇങ്ങനെയുള്ള സാധുജീവികളെ സംരക്ഷിക്കാൻ അങ്ങനെ ആരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അങ്ങനെ സംരക്ഷിക്കുകയാണ്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ അതിനെ ഒരു അവസരമാക്കി മാറ്റി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ ജീവിതകാലം മൊത്തം വീട്ടിൽ വളർത്തുമൃഗങ്ങളായി നിന്ന ഒട്ടേറെ പൂച്ചക്കുഞ്ഞുങ്ങളെയും വലിയ പൂച്ചകളെയൊക്കെ തന്നെ ഈ രീതിയിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ രോഗാവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ കൊണ്ടുപോയി നടതള്ളുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ആ രീതിയിലൊന്നും തന്നെ അതിനെ ഉപേക്ഷിച്ച് പോവാതെ ചേർത്ത് നിർത്തി ഭക്ഷണം കൊടുത്ത് നല്ല വൈദ്യസഹായമൊക്കെ തന്നെ കൊടുത്ത് നല്ല രീതിയിൽ എല്ലാവരും നല്ല കുട്ടപ്പന്മാരാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്, ശാസ്തമംഗലംകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിൽ അദ്ദേഹം തലപ്പാടിയിലും ബായാറിലും അതുപോലെ മീഞ്ചയിലും ഒക്കെ തന്നെ ജോലി ചെയ്താണ് അവസാനം മംഗൽപ്പാടിയിലെത്തുന്നത്. ഏറെ നല്ല സർവീസ് റെക്കോർഡുള്ള ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. ശാസ്തമംഗലത്ത് നിന്ന് നമുക്ക് വീണ്ടും ഒരു പൂച്ചക്കഥ പറയേണ്ടി വരും. ശരി സാറേ, കേൾക്കണം.